നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആഭ്യന്തര രാജ്യാന്തര വിമാനയാത്രയ്ക്ക് പൊള്ളുന്ന ടിക്കറ്റ് നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. പ്രവാസികളെല്ലാം തന്നെ ഇതുമൂലം വളരെയധികം പ്രതിസന്ധിയിലാണ്. പലപ്പോഴും വിമാനയാത്ര കൂടുതലായി നടത്തുന്നവർക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ നാട്ടിലെത്തിയ പ്രവാസികൾക്കാണെങ്കിൽ അടിയന്തരമായി ഗൾഫിലേക്ക് മടങ്ങണമെങ്കിൽ തീവിലയാണ് ടിക്കറ്റിന് മുടക്കേണ്ടി വരിക. ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിമാനയാത്ര കീശ കീറാതെ നടത്താം. അതിനായി യാത്രയ്ക്ക് തയ്യാറാകുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ ഒന്നിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവ ഒന്നിച്ചു ചെയ്യാതെ ഇരിക്കുക. ഗ്രൂപ്പായി എടുക്കുന്ന എയർലൈൻ ടിക്കറ്റ് നിരക്കുകൾ ചിലപ്പോൾ വ്യക്തിഗത ടിക്കറ്റുകളേക്കാൾ ഉയർന്നിരിക്കും. എവിടേക്കാണോ യാത്ര ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്കുള്ള നിരക്കുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. യാത്ര ചെയ്യേണ്ട ദിവസത്തിന് അടുപ്പിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരക്കുകൾ വളരെ കൂടുതലായിരിക്കും. അതിനാൽ അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എത്ര ദിവസം മുൻപ് ടിക്കറ്റ് എടുത്താൽ നിരക്ക് കുറവായിരിക്കും എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ ഉത്സവ സീസണിലോ അവധി ദിവസങ്ങളിലോ ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ 10,000-ന് മുകളിലാണ് ആഭ്യന്തര വിമാന നിരക്ക് എന്നുണ്ടെങ്കിൽ അതിൽ കുറവായിട്ടുള്ള നിരക്കുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിമാന ടിക്കറ്റുകൾ എത്ര ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നോ അത്രയും ലാഭമാണ്. ആഭ്യന്തര വിമാനയാത്രയ്ക്കായി 3.5 മാസം മുൻപ് വരെ ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ നിരക്കുകൾ കുറഞ്ഞേക്കും. പലപ്പോഴും ചൊവ്വാഴ്ചയാണ് വിമാനം ബുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അത് തികച്ചും ഒരു മിഥ്യയാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട റൂട്ടുകളിൽ എപ്പോഴാണ് നിരക്ക് കുറവെന്ന് കണ്ടെത്തി ആ ദിനം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ആഴ്ചയിലെ ഏറ്റവും മികച്ച ദിവസം കണ്ടെത്താൻ മുൻപുള്ള ആഴ്ചകളിലെ നിരക്കുകൾ പരിശോധിക്കുക. ടിക്കറ്റ് നിരക്കുകൾ താരതമ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ്. യാത്രയ്ക്ക് മുൻപ് ഒന്നിലധികം ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ കണ്ടെത്തി അവയുടെ നിരക്കുകളും സേവനങ്ങളും പരിശോധിക്കുക. എല്ലാ ഓൺലൈൻ ട്രാവൽ ഏജൻസിക്കും ഒരേ നിരക്കുകളാണെന്ന തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. എന്നാൽ ഇത് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. ചില എയർലൈനുകളുമായി പ്രത്യേക ഡീലുകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ട്രാവൽ ഏജൻസികൾ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കാറുണ്ട്. അതിനാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഒന്നിലധികം ട്രാവൽ ഏജൻസികളുടെ നിരക്കുകൾ പരിശോധിക്കുക. മാത്രമല്ല, ചില വിമാന കമ്പനികൾ ഓൺലൈൻ ട്രാവൽ ഏജൻസികളുമായി പ്രവർത്തിക്കുന്നുണ്ടാകില്ല. അതിനാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് എയർലൈനുകളുടെ നിരക്കുകൾ കൂടി പരിശോധിക്കുക. ഒരു എയർലൈനിന്റെ നിരക്കും ഓൺലൈൻ ട്രാവൽ ഏജൻസിയുടെ നിരക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ എയർലൈനിൽ ബുക്ക് ചെയ്യുക. കാലതാമസമോ റദ്ദാക്കലോ സംഭവിക്കുകയാണെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുന്നതിനായി ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഉപാധിയായിരിക്കും. ഒരു മൂന്നാം കക്ഷി ഏജന്റുമായി ബന്ധപ്പെടുന്നതിന് പകരം എയർലൈനുമായി നേരിട്ട് ഇടപാട് നടത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാകും. കൂടാതെ യാത്രാ സമയങ്ങളിൽ പരമാവധി ലഗേജ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലഗേജ് ഫീസ് കുറയ്ക്കാനായി സാധിക്കും. ഇക്കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.